കഴിഞ്ഞ 10 വർഷം LDF ഗവൺമെന്റ് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, അതുപോലെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, RSSന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതൊക്കെയാണ് സാമാന്യവൽക്കരിച്ച് പറഞ്ഞത്. അദ്ദേഹം തുടർച്ചയായിട്ട് ഇത്രയും നുണയൊക്കെ പറയുമ്പോഴും ആങ്കർ എന്ന രൂപത്തിൽ താങ്കൾ ഇടപെട്ടില്ല, പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഹെയ്റ്റ് സ്പീച്ചിന്റെ പേരിൽ TP സെൻകുമാറിനെതിരെ ആ നടപടി എടുത്ത് അറസ്റ്റ് ചെയ്തത് ഏതായാലും UDF ഗവൺമെന്റ് അല്ലല്ലോ, സഖാവ് പിണറായി വിജയനല്ലേ അന്നത്തെ ആഭ്യന്തരമന്ത്രി. ശശികല ടീച്ചറെ അന്ന് അറസ്റ്റ് ചെയ്തു. ആരായിരുന്നു കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി? RV ബാബുവിനെ അറസ്റ്റ് ചെയ്തു ഹെയ്റ്റ് സ്പീച്ചിന്റെ പേരിൽ. ആരായിരുന്നു അന്നത്തെ ആഭ്യന്തരമന്ത്രി? കൊടും വിഷയങ്ങളായിട്ടുള്ള PC ജോർജും ഷാജൻ സക്രിയയും അറസ്റ്റ് ചെയ്തു. ആരായിരുന്നു ആഭ്യന്തരമന്ത്രി? അതിനു മുമ്പ് UDF കേരളം ഭരിച്ചു. അന്ന് എന്തായിരുന്നു അറിയോ? മാറാട് കലാപത്തിന്റെ സമയത്ത് തീ തുപ്പുന്ന പ്രസംഗം നടത്തിയ പ്രവീൺ തൊഗാഡിയക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ്, ആ കേസ് നിരുപാധികം പിൻവലിച്ച് അദ്ദേഹത്തെ ഫ്രീ ആക്കി വിട്ടു. ആരാ? കോൺഗ്രസ് കേരളം ഭരിക്കുമ്പോ. അതേപോലെ തന്നെ കുമ്മനം രാജശേഖരൻ വർഗീയ വിഷം തുപ്പുന്ന പ്രസംഗം നടത്തിയ പ്രവീൺ തുഗാഡിയക്കെതിരെ LDF ഗവൺമെന്റിന്റെ കാലത്ത് രജിസ്റ്റർ ചെയ്ത കേസാണ് പിൻവലിച്ച് പൂർണ്ണമായിട്ട് അങ്ങ് ഫ്രീ ആക്കി വിട്ടത് കോൺഗ്രസിന്റെ കാലത്ത്. MG കോളേജിൽ കയറി ആക്രമണം നടത്തിയത് നമുക്കറിയാം. അന്ന് ബോംബെറിഞ്ഞ് CIയുടെ കാല് അങ്ങ് അസ്ഥികൂടം മാത്രമാക്കി മാറ്റി, അതിലെ മാംസം മുഴുവൻ തെറിച്ചുപോയി. ആ കേസിൽ വരെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഇടപെടലുകൾ നമ്മുടെ മുന്നിലുണ്ട്. എത്ര ഗൗരവമായിട്ട് ചർച്ച ചെയ്താണ് കേരളം. അപ്പൊ അതുകൊണ്ട് എല്ലാം 10 വർഷം കൊണ്ട് LDF എന്ന് പറഞ്ഞ് അങ്ങ് തടിതപ്പാൻ ശ്രമിക്കേണ്ട. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ ഭാരതം ഫുള്ളായിട്ട് ചൊല്ലിയത് LDF കാരണമാണോ? അതേപോലെ തന്നെ ഇവിടെ യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലറായി തോന്നിവാസം കാൻസലർ നിയമിക്കുന്നത് LDF കാരണമാണോ? സെനറ്റിലേക്ക് കുത്തി നയിക്കുന്നത് LDF കാരണമാണോ? ഇലക്ഷൻ കമ്മീഷണറെ ഏകപക്ഷീയമായിട്ട് RSS കാരനെ നിങ്ങളുടെ മന്ത്രിസഭ തന്നെ നിയമിക്കുന്നത് LDF കാരണമായിട്ടാണോ? എന്നിട്ട് എന്താ പറഞ്ഞേ? TG മോഹൻദാസിന് ജാമ്യം കിട്ടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ദുഃഖമുണ്ട്. അതിലൊന്നും ഒരു കാര്യമില്ല മിസ്റ്റർ. വ്യക്തി വേറെ, സംഘടനയെ പ്രതിനിധീകരിച്ച താങ്കൾ ഉൾപ്പെടെയുള്ളവർ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എങ്ങനെ കിട്ടി ജാമ്യം? ഇത്ര വിഷലിപ്തമായ, ഇത്ര മോശമായ, പൈശാചികമായ വാചകം ഏതെങ്കിലും ഒരു നാവിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടോ? ഡൽഹിയിൽ സമരം ചെയ്ത 10,000-കണക്കിന് പെൺകുട്ടികളെ ആക്ഷേപിച്ച TG മോഹൻദാസിന് ജാമ്യം കിട്ടാൻ കാരണം എന്താ? 15-ാം ദിവസം നിങ്ങൾ പോയി അറസ്റ്റ് ചെയ്യുമ്പോൾ നിയമപ്രകാരം കൊടുക്കേണ്ട നോട്ടീസ് കൊടുത്തിട്ടില്ലെന്ന്. ഇത് തന്നെയാണ് ഡോക്ടർ റാം. ഹൈക്കോടതി എത്ര തവണ ഇടപെട്ടു? അങ്ങ് ജാമ്യം കൊടുത്തു വിട്ടില്ലേ? ആ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡം ആര്? നിങ്ങളുടെ DYSP പാലിച്ചിട്ടില്ല. ആ DYSP എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്തില്ല എന്ന് ഹൈക്കോടതി ചോദിച്ചു. അങ്ങ് സോപ്പിട്ട് പതപ്പിക്കുക. കാരണം ഡൽഹിയിൽ നിന്ന് വിളി വരും, ഡൽഹിയിൽ നിന്ന് ചോദ്യം വരും. അതുകൊണ്ട് കുമ്പിട്ട് നിന്ന് RSS പറയുന്നത് കൃത്യമായിട്ട് നടപ്പാക്കി കൊടുക്കുക. എന്നിട്ട് പറയാ RSSനെ വിമർശിച്ചിട്ടില്ല, കൃത്യമായിട്ട് വിമർശിക്കും, കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കും. ഞങ്ങൾ അന്ന് വിമർശിക്കും, നിയമ പോരാട്ടം നടത്തും, ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം നിയമസഭയ്ക്ക് പുറത്ത് നടത്തും എന്നതുകൊണ്ട് തന്നെയാണ് ആ ചാൻസലറുടെ ഓഫീസിൽ നിന്ന് ഉള്ള ഒരു വിഭാഗം തീരുമാനങ്ങളെങ്കിലും ചെറുക്കാൻ കഴിഞ്ഞത്. നിങ്ങളൊരു വാക്ക് ഉച്ചരിച്ചോ മിസ്റ്റർ കേരളത്തിന്റെ മുഖ്യമന്ത്രി? മുഖ്യമന്ത്രി കൊടുത്ത ലിസ്റ്റിൽ തള്ളിക്കളഞ്ഞ് ഏകപക്ഷീയമായിട്ട് വൈസ് ചാൻസലർമാരെ നിയമിക്കുമ്പോൾ ഒരു വാക്ക് പറഞ്ഞോ? ഈ വന്ദേ മാതരം വിഷയത്തിൽ ഒരു വാക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞോ? അധ്യാപകരെ സസ്പെൻഡ് ചെയ്തല്ലോ, ഒരു വാക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞോ? ഇതായിരുന്നോ പണ്ട്? കൃത്യമായി ചങ്കുറ്റത്തോടെ നേർക്കുനേർ നിന്നുകൊണ്ട് ചാൻസലറെ വെല്ലുവിളിക്കാൻ, നിയമ പോരാട്ടം നടത്താൻ, സുപ്രീം കോടതി വരെ പോകാൻ എത്ര അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടും ഒരേ മനസ്സാണ്, ഒരേ ഇംഗിതമാണ് നടപ്പാക്കുന്നത്. ഇപ്പൊ ഒരേ ശരീരമായി മാറി എന്ന് പറയുന്നത് ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. 81 ദിവസത്തിനുള്ളിലാണ് മിസ്റ്റർ ഇത്തരം കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. കുറെ പുറകിലേക്ക് പോകേണ്ട കാര്യമില്ല.